അബ്ബാസേ രണ്ടീസായിട്ട് ഈ വൈക്കൊന്നും തന്നെ ഞാൻ കണ്ടിട്ടില്ലല്ലോ അബ്ബാസേ. എന്തേ അത്? ഒന്നുമില്ലമ്മ, 2 ദിവസമായിട്ട് ഒരു തലവേദനയൊക്കെ. അപ്പോൾ ഞാൻ ഈ വൈക്കൊന്നും വരാഞ്ഞാതേനു. പിന്നെ പെലച്ചോറ് വെച്ച് കണ്ട് സുബേസ്കരിച്ചാണ് കുറച്ച് നേരം കിടന്നുറങ്ങും. ഇവിടെ എല്ലാവരും പരിപാടി അങ്ങനെ തന്നെ, സുബേസ്കരിച്ച് കണ്ട് കടന്നുറങ്ങും. ഞാൻ പിന്നെ ആ കടന്നുറങ്ങൽ ഉറങ്ങൂല. കുറച്ചു നേരം ഞാൻ മുസായിപ്പ് എടുത്ത് കണ്ട് ഓതും. അല്ല ഇപ്പം സുക്കൂറൊന്നും ഇവിടെ ഇല്ലേ? സുക്കൂർ കുറച്ച് നേരത്താണ് ഇറങ്ങി പോണുണ്ടോ. ഇപ്പൊ അങ്ങാടിക്കാൻ പോയിന്നു. ഇജ്ജ് കണ്ടിയിലാണ് പോന്നപ്പോ? ഞാൻ പോന്നപ്പോ പന കണ്ടില്ല. എന്നാ വലിയ ഓട്ടോറിക്ഷ കിട്ടിയിട്ടുണ്ടാവും, അതിൽ കയറി പോയിട്ടുണ്ടാവും. എത്ര ബസ് ഈ കവറില്? അത് ഞാൻ പെരുന്നാക്കേ ഇപ്പാക്കും നിങ്ങൾക്കൊരു ഡ്രസ്സ് എടുത്താണ്, ഒന്ന് നോക്കിക്കളി. നല്ല മാക്സി, നല്ല ചൊർക്കും ഉണ്ട്. വെള്ളപ്പുള്ളി ഉറുപ്പതിയാണ്. 650 ഉറുപ്പ്യ. എന്തിനാ ഇത്ര വില കൊടുത്തു അബ്ബാസേ? ഒരു 200-250 ഉറുപ്പ്യാൻ്റെ എടുത്താ പോരെ ഞങ്ങൾക്ക്? ഇതിൽ ഇപ്പാക്ക് എന്താ തുണിയും കുപ്പായ സീലിയ? എന്നാ ഇപ്പൊ ആ അൽബിക്കുട്ടിന്റെ അടുത്ത് നിന്ന് അടുപ്പിച്ചോളും. അത്ര വിലന്റെ ഒന്നും അല്ല അമ്മ. പിന്നെ ഇപ്പൊ ചെറിയനാക്കല്ല നല്ലൊരു തുണി കുപ്പായി നമ്മൾ എടുക്കല്. ഇജ്ജ് കുഞ്ഞോക്കും കുട്ടിയൊക്കെ എടുത്തില്ലേ? ഓർക്കൊക്കെ എടുത്തക്കണോ? നോൽ പറഞ്ഞ ഇവിടുത്തെ പോയിട്ടേ രാത്രി 11 മണിക്കാണ് തിരിച്ചേരേണ്ടത്. ഓരോ സാധനം വലിച്ചിട്ട് നോക്കല്ലേ. സുക്കൂർ കുട്ടിയാക്കൊന്നും എടുത്തിട്ടില്ല, പോണെന്ന് അറിഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. എപ്പോഴാ പോണൂന്നാവോ? ഞാൻ പോട്ടമ്മ, ഞാൻ ഇനി വർത്താനം പറഞ്ഞിരിക്കണില്ല. എനിക്ക് കോട്ടക്കറ്റ പോകും മണങ്ങി ഒന്നും കൂടി. എന്നാ പോയിക്കോ. അല്ല എവിടക്കപ്പം ഇങ്ങോട്ട് കയറി പോണു? ഞാൻ അങ്ങാടി ചറ്റം പോണം. നമ്മളാ ടൈഡ് അൽബിക്കുട്ടി അവിടെ ഒരു കുപ്പായം അടിച്ചാൻ കൊടുക്കാനുണ്ട്. ഞാനുണ്ട് അവിടെ ഒന്ന് അടിച്ചാൻ കൊടുത്തിട്ട്. ഇതിപ്പോ ഇത് കുപ്പായല്ലേ, ഇതിൽ കുറെ കനം കൂടുതലുണ്ടല്ലോ. അതിലേ പെണ്ണുങ്ങളെ മാക്സിം കൂടി ഉണ്ട്. അത് ചെറിയാനേ രക്ഷത്തിന് കൊടുന്നേന്നു. അപ്പോൾ കുറച്ച് വലിപ്പ വ്യത്യാസം ഉണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞു ഞങ്ങൾ അൽബിക്കുട്ടിയാക്കാൻ അവിടെ തന്നെ കൊടുത്താളി. അതേ മൂപ്പർ ശരിയാക്കി തരും, അതിന്റെ കായ് ഞാൻ കൊടുത്തോളാന്ന് ഞാൻ പറഞ്ഞേക്കും. മക്കള് തരണ്ടൊക്കെ വാങ്ങിക്കോണ്ടി, അടിച്ചുട്ടും ചെയ്താണ്ടി. ഞമ്മളൊന്നും ഇഞ്ഞി പെരുന്നാൾ കൂടിയ അത്ര ഒന്നും ഇഞ്ഞി കൂടൂല മേമുട്ടിയേ. അതൊക്കെ നിങ്ങൾ പറഞ്ഞത് ശരി തന്നെയാണ്. അല്ല എവിടേക്കപ്പം നിങ്ങൾ ഇങ്ങോട്ട് നമ്മളെ ഈ കുണ്ടക്ക് പോകണോ? ഞാൻ 2-3 പെരക്കാരവിടെ കാണാണ്ട്, അതിനൊക്കെ കൂടി ഇങ്ങനെ ഇറങ്ങി വരികയാണ്. ഞാൻ 2 ദിവസം മുമ്പ് അവിടെ എൻ്റെ പെരയിൽ വന്നിരുന്നു. അപ്പം അവിടെ ആരും കാണാനില്ല. ഞാൻ കുറേ വിളിച്ചു നോക്കി, ഒന്നും ഒരു അഡ്രസ്സും ഇല്ല. അപ്പം ഞാൻ അങ്ങോട്ട് മടങ്ങി പോകുന്നു. അതേ എന്നാ അറിയാം, എൻ്റെ മര്യാദ പറപ്പിച്ചുണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ കുടി അടക്കി ആണ്ട് പോയിന്ന്. അന്നാണ് ഈ കാര്യം. അതിപ്പോ എന്തേ കാര്യം എന്തേ ഉണ്ടായിരുന്നു ആ വരവിന്? എനിക്കവിടെ വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു, എന്നെ കാണേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. ഏതായാലും ഇപ്പം മുഖതാവ് കണ്ടത് നന്നായി. ഏതായാലും ഇൻഷാ അല്ലാഹ് നോൽമ്പൊക്കെ അല്ലേ, ദുആ ചെയ്യോണ്ടി. ഇൻഷാ അല്ലാഹ് ഇൻഷാ അല്ലാഹ്. ബീസുവാടിച്ച് വിളിച്ചിട്ട് പുളിയാക്കാത്ത എത്താൻ കട പണി. ഞാൻ ഇവിടെ ഉണ്ട്. എന്താ ഞങ്ങള് വിളിച്ചു? മുള്ളി വീടേന്റെ അവിടെ നിങ്ങൾ നടന്നു, ഒരു വണ്ടിക്കാരും കിട്ടിയില്ല. എന്താ ഞങ്ങൾക്ക് ഇത്ര നേരം വെക്കിയത്? അബ്ബാസ് വന്നീനോ, കുറച്ചേരം ഇവിടെ ഇരുന്നിക്കാണ്ട് പോയി. ഇപ്പാനെ കണ്ടില്ലാന്നും പറഞ്ഞു. ഞാൻ അമ്മറാജിനെ കണ്ടു. അപ്പൊ മൂപ്പരോട് വർത്താനം പറഞ്ഞാണ്ട് കുറച്ചേരം അവിടെ ഇരുന്നു. പിന്നെയാണ് ഉള്ളി മേടിച്ചാൻ വേണ്ടി പോയത്. ഓൻ വെറുതെ വന്നതല്ലേ, വിശേഷിച്ചൊന്നുമില്ലല്ലോ. ഓനെ പെരുന്നാക്ക് തുണിയും കുപ്പായും എടുത്തുക്കണു. നിങ്ങൾക്കൊരു കുപ്പായ സീലുണ്ട്, തുണിയുണ്ട്, ഇച്ചൊരു മാക്സി ഉണ്ട്. അതായിട്ട് വന്നതേനു ഓന്. എന്തിനാ നബീസ് ഓനിച്ച് വെറുതെ കുപ്പായ സീലും തുണി എടുത്തത്? എന്റെ അളമറിയിൽ തന്നെ ആകണു, ഇഷ്ടം പോലെ ഇരിക്കും. വെറുതെ ആവശ്യമില്ലാത്ത ഓരോ പരിപാടിയല്ലേ. എനിക്ക് മാക്സി കൊടുക്കണോ? ഇപ്പൊ അടുത്തല്ല എൻ്റെ ഏട്ടത്തിന്റെ മോളെ കുട്ടീന്റെ കല്യാണം നടന്നിക്കാണ്ട് കുറേ തുണി കുപ്പായി എടുത്തത്. ഇപ്പൊ പെരുന്നാൾക്ക് വെറുതെ തുണി പഞ്ഞി ഇടിപ്പിച്ചാണ് അവനെ കൊണ്ട്. മക്കളെ രാണ്ടർത്തിക്കല്ലേ കൊടുന്നേര്. അപ്പൊ മാണ്ടാന്ന് അറിയണ്ടല്ലേ, കിട്ടിയത് വേങ്ങിയൊക്കെ അല്ല. പത്താ മക്കളെടുത്ത് പൈസ ഉണ്ടോന്നും കൂടി ഒന്ന് ചിന്തിച്ചാണ് നബീസ്. ഓല് ചിലപ്പോൾ എങ്ങനെയും ഇടങ്ങാറായിക്കാണ്ട് പാപ്പാക്കും ഉമ്മാക്കും ഒരു ആണ്ടർത്തിക്ക് എടുക്കണ്ടേ വെച്ചിട്ട് എടുക്കേക്കാറ്. അത് ഇങ്ങനെ കജ്ജു നീട്ടി വാങ്ങൊന്നും വേണ്ട. ഓലെ ഗതികേടും ഒന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇടക്കിടക്ക്. അതെ, നിങ്ങളോടെ മാത്രല്ല എല്ലാ പെരിയാളിലും ഉണ്ട് ഉമ്മാക്കും ഉപ്പാക്കും തുണിയും കുപ്പായൊക്കെ എടുത്തെടുക്കും മക്കള്. അതൊക്കെ പോട്ടെ, ഇനിയിപ്പോൾ അതിനെ പറ്റി ഇപ്പം നമ്മൾ പറയണ്ട. എത്ര നോൻപറക്കുമ്പോത്തിന് ചാറത്ത വെക്കുന്നുണ്ട്? ഇറച്ചി പിടിച്ചിലുണ്ട്, അതായിട്ടൊരു ചാറും വെക്കണം, പത്തിരി ചൂടും വേണമെന്ന് കരുതിയേക്കണു ഞാന്. എന്നാ പിന്നെ ഇനിയിപ്പോൾ അത് മതി. വേറെ ഇനിയിപ്പോൾ വെറുതെ കൊടുക്കാണ്ട് ഇവിടെ ഫ്രിഡ്ജിലെക്കാനല്ലേ. ഇനി നാളെയും കിട്ടുമല്ലോ പീടിയിൽ. ഞാനൊന്ന് കിടന്നാട്ടെ. എവിടെ ബീസ് കുട്ടികളൊക്കെ? ഒക്കെ അതാ അവിടെ കടക്കണു. എല്ലാരും നോൽബേരല്ലേ. ഇങ്ങനെ നോക്കി നിൽക്കേണ്ടത് തിന്നോ. എപ്പോഴും ഇങ്ങനെ ബൈക്കൂലിട്ട് കാത്തിക്കണ്ട. പച്ച പുല്ലുതാ ഇന്നലെ കണ്ട് ചന്തീന്ന് കൊടുത്തിട്ടുള്ളൂ. ഒരു തുള്ളി തിന്നില്ല. ഇജ്ജ് വിളിച്ചപ്പേ ഞാൻ അങ്ങാടിക്ക് വരാത്ത വേറൊന്നുമല്ല, ഇതിനവിടെ കെട്ടിട്ട് കാണു പോകാൻ പറ്റും. നായ്ക്കള് ഭയങ്കര ശല്യമുണ്ട് ഇവിടെ.
അല്ല എന്താ എൻ്റെ ആവശ്യം? ഞാൻ പ്രത്യേകിച്ചൊന്നുമല്ല. എൻ്റെ അടുത്ത് കുറച്ച് പൈസ എടുക്കാണ്ടാവോ വായ്പായിട്ട്? പെരുന്നാൾ കഴിഞ്ഞിട്ട് തരാം. പൈസയുടെ തോനൊന്നുമില്ല. ഞാൻ തന്നെ ഇപ്പോൾ ടൈറ്റിലാണ്. ഇതന്നെ ഞാൻ പെരുന്നാളൊക്കെ ഇറക്കാൻ വേണ്ടിയിട്ടേ കടം കൊടുന്നാണ് ചന്തയിൽ. പെരുന്നാൾക്ക് ജിതിനെ ഇറക്കണേ? ഇത് പജ്ജല്ലടാ. നമ്മൾ ഈ ചുറ്റുഭാഗത്ത് പോത്തിന് ഇറക്കണ ആളിജാന്ന് പറഞ്ഞാണ് എൻ്റെ അടുത്ത് കാണാൻ എല്ലാവരും വരവ്. അത് മാത്രമല്ല പോത്തിന്റെ കൊമ്പും ഉണ്ടാകലുണ്ട് അവിടെ. ഇത് ഞാൻ ആരോടും പറയേണ്ട സുക്കൂറെ. ഞാൻ പോത്തിന് വിവാഹം ഈ പൈക്കളെയൊക്കെ മൗമ്യങ്ങളാക്കി തന്നെ ചെയ്യലാണ്. അല്ല ഇറച്ചി കച്ചവടമൊക്കെ ഉണ്ടോ? ഞാൻ ആരോടും പറയില്ല കുഞ്ഞോനെ. ഞാൻ ചോദിച്ചത് എന്താ വെച്ചാലേ പോത്തിന്റെ കൊമ്പുണ്ടാവുമല്ലോ എൻ്റെ കടന്റെ മുന്നിൽ എപ്പോഴും. അത് പിന്നെ ഇവിടെ എനിക്ക് കിട്ടുന്നുണ്ട്. അത് ഏതേലും ദിവസേ തള്ളരുമനെ കൊടുങ്ങടെ ഇറക്കും. ആ കൊമ്പ് കൊടുന്നാൽ പണ്ടൊക്കെ ചീപ്പേര് കൊണ്ടുപോയി. ഇപ്പൊ ചീപ്പേര് കൊടുക്കില്ല. അത് ചോരയിൽ മുക്കിക്കാൻ അവിടെ ഇടലാണ്. അപ്പൊ വരണോല് ഇത് പോത്തായില്ലേ. നോക്ക് അതൊക്കെ പോട്ടെ. ഇത് ഞാൻ ചോദിച്ച പൈസ ഉണ്ടെങ്കിൽ കാട്ടിക്ക, ഒരു 5000 റുപ്യ. എനിക്കെന്താടാ പൈസക്ക് ഇത്ര അർജന്റ്? പെരുന്നാളല്ലേ വരണ്ടേ, തുണിയും കുപ്പായ എടുത്തിട്ടില്ല. ഇപ്പാക്കും ഉമ്മാക്കും കാരണവല് ഡ്രസ്സ് എടുത്തേക്കും. അതിന്റെ പോലീസ് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കാണ് ഉമ്മ. ഞാനാണെങ്കിൽ ഓൽക്ക് രണ്ടാക്കും എൻ്റെ കുട്ടിയാക്കും പെണ്ണാക്കും ഒന്നും എടുത്തിട്ടില്ല. ഇജ്ജ് പേരക്കാർക്കൊക്കെ ഡ്രസ്സ് എടുത്തോ? ഞാൻ ആദ്യത്തെ 10 തന്നെ ഓലെ കൊണ്ടുപോയിക്കാൻ എടുത്തേക്കണം. ടെക്സ്റ്റൈൽസിലൊക്കെ ഭയങ്കര തിരക്കാവും. പിന്നെ ആ തെരഞ്ഞ സാധനമൊക്കെ നമുക്ക് കിട്ടുക. ഇജ്ജ് ചോദിച്ചേ 5000 നിന്റെ ഒക്കെ തരാനില്ല. നോക്കട്ടെ, ഒരു 4000 റുപ്യ ഒക്കെ ഉണ്ടാവും. ആ മതിയില്ലേ? എന്നാ മതിയാ കൊണ്ടോ. പെരുന്നാൾ കഴിഞ്ഞാൽ ഇങ്ങനെ തരണട്ടാ. പിന്നെ പെരുന്നാൾ കഴിഞ്ഞ് പിറ്റേന്ന് തന്നെ ചോദിച്ചത് കേട്ടോ. ഞാൻ പണിക്കൊക്കെ ഇറങ്ങിയിട്ടേ തരുള്ളൂ. ഇത് വല്ലാതെ വെക്കല്ലട്ടാ. എനിക്ക് പെരുന്നാൾ കഴിഞ്ഞിട്ടുള്ള പിറ്റത്തെ വെള്ളിയാഴ്ചയൊക്കെ കന്നുകൊണ്ടുള്ള പൈസയാണ്. അന്ന് രാവിലെ തന്നെ അമ്മായിയമ്മയാണല്ലോ അടിച്ചു വരുന്നേ. മരോളൊന്നും ഇല്ല ഇവിടെ? മരോളൊക്കെ പോയില്ലേടി. കൊട്ടത്താത്തിലവിടെ പാത്രം ഉണ്ട്, മിറ്റടിച്ചോരാണ്ട് എല്ലാ ഒരു പണിയുണ്ട്. ഓള് തുണിയും കുപ്പായി എടുക്കാൻ വെക്കണേ. നേരം വെളിച്ചാവണല്ലേ ഉള്ളൂ അത്ത. 8 മണി ആയിട്ടുള്ളൂ. അപ്പോഴേക്കും പോവേ? ടെക്സ്റ്റൈൽസ് തുറക്കൊന്നും വേണ്ടേ? ഇവിടെ ഉള്ളവർക്ക് തുണിപ്പീടിയ തുറക്കൊന്നും വേണ്ട. അവിടെ പോയിക്കാണ്ട് പീടിയന്റെ മുന്നിലേ കാവലെന്നാലും മാടിയില്ല. ഇവിടെ എന്നാ എന്തേലും പണി എടുക്കേണ്ടി വരൂലേ? പൊയ്ക്കൂണൊക്കെ. നേരത്തെ പോയതുകൊണ്ട് വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് വേഗം പോന്നോളൂ. നോൽമ്പറക്കുമ്പത്തിനൊന്നും ഓല് എത്തൂല. ആ തുണിപ്പീടിയിലുള്ള മുഴുവൻ വലിച്ചിട്ടാലും ഓൾക്ക് സർവ്വ വെക്കൂല. നോൽമ്പറക്കുമ്പത്തിനെ അണ്ണാക്കില് വെള്ളം പാണ്ടെങ്കിൽ ഞാൻ വല്ലതും ഉണ്ടാക്കി വെക്കണം. അപ്പോത്തിന് ഇങ്ങനെ എത്തുപോലെ. അതൊക്കെ എന്റെ സുക്കൂറിനെ പറഞ്ഞാ മതി. ഓള് പറഞ്ഞതിനനുസരിച്ച് സുക്കൂർ ഇങ്ങനെ ആടല്ലേ ഓളപ്പം. അത് കൊല്ലത്തിലൊരു ആണ്ടൃതി ഉള്ളതല്ലേ അത്ത. അയറ്റോൾ എപ്പോഴെങ്കിലും അല്ലേ ഡ്രസ്സ് എടുക്കാൻ പോണുള്ളൂ. എടുത്തോട്ടെ, അതിനിങ്ങനെ പറയാണ്ടോ? ദത്ത ആണ്ടർതി നോൽമ്പിന് 2 ദിവസം മുന്നേ ഓളെ ആങ്ങളുടെ കുട്ടീന്റെ കല്യാണം കഴിഞ്ഞിട്ടുള്ളൂ. അന്ന് ഒരു കൂട്ടം എല്ലാവർക്കും എടുത്തുക്കണു. ഓളെ അൾമാറ നിറച്ചു ഓളെ തുണിയും കുപ്പായുമാണ്. അതേതായാലും പെരുന്നാളിന് ഡ്രസ്സ് എടുക്കാൻ പോയതല്ലേ, അപ്പൊ നിങ്ങൾക്കും ഉണ്ടാവുന്നേ. ഓള് കൊണ്ടും ഇന്നെ കണ്ണു പൊടിന ഒരു വില അറിഞ്ഞൊരു മാക്സി. ഏതായാലും ഇനി അതിന് കുറ്റം പറയാനൊന്നും നിക്കണ്ട. കിട്ടിയതാണ് വാങ്ങിച്ചോണ്ടു. ഇഷ്ടാണെങ്കിലും ഇല്ലെങ്കിലും. ഇന്റെ മരോള് ഞാൻ പറഞ്ഞു വെച്ചിട്ട് നന്നാവൂല. പിന്നെ ഇജും കുട്ടികളും എല്ലാരും പെരുന്നാക്ക് ഇങ്ങോട്ട് പോന്നോണ്ട് ഉച്ചക്കത്തിന് ഇട്ടാ. ഏതായാലും 3-4 ദിവസം കൂടെ ഉണ്ടല്ലോ. ഞാനന്ന് ലീവ് തന്നെ ഇരിക്കാത്ത. ഞാൻ എന്തായാലും വരും. അല്ല സാനുപ്പാ, അനക്ക് തൊപ്പി ഒരുക്കാണ് കുപ്പി കൈക്കൊക്കാനായില്ലേ? ഉപ്പിന്റെ ആള് ജനല്ല. ഞാൻ റമദാൻ അല്ലെങ്കിലും തൊപ്പിടലുണ്ട്. എന്റെ മുടി ഒന്ന് റെഡിയായി നിൽക്കാനാണ്. സംശയം ആ ചെക്കൻ്റെ അടുത്ത് കേക്കാള് കേട്ടപ്പോ അനക്ക് തീർപ്പതി ആയില്ലേ? സമാധാനായില്ല എനിക്കിപ്പോ. ഞങ്ങൾ എന്തും പറയും. ജോനെ പറഞ്ഞു കാണാൻ മൂച്ചിമ്മ കയറ്റണ്ട. അതൊക്കെ പോട്ടെ സാനുപ്പാ, ഈ ചെറുനാക്ക് നമുക്ക് ടൂറുണ്ടേ? സംസു അതിന്റെ അടുത്ത് ഒരു ഉപ്പില്ല. കഴിഞ്ഞെല്ലാം പോയ ടൂറിന്റെ കടപ്പോഴും വീടില്ല. അന്റെ അടുത്ത് കായില്ലാന്നോ? അന്റെ ഇപ്പൊ ഗൾഫിലല്ലേ? ഈ വാട്ടർ ഷീറ്റ് അടക്കണ ഉണ്ണി ഇടക്കിടക്ക് ഗോവയും കൊണ്ട്. ഓൻ ഇടക്കിടക്ക് ഗോവയിൽ പോണേ മദാമാളെ കാണാനാണ്. ഓൻ വേറെ എവിടേക്കും ടൂർ പോണില്ലല്ലോ. ഇജ്ജ് പറഞ്ഞത് ശരി തന്നെയാണല്ല. ഇച്ചെപ്പോഴാ പിടുത്തം കിട്ടി എടക്കള്ള. ഈ ചെറുനാക്ക് ഇജ്ജ് ടൂർ പോകണ്ടെങ്കിലേ ഞങ്ങള് രണ്ടാളും കേട്ടോ. ഞമ്മള് 2 ആളില്ല കേട്ടോ. ഇജ്ജ് ഒറ്റക്കാണ്ട് പോയാൽ മതി. ഈ 30 ദിവസം നോമ്പ് നോറ്റിക്കാണ്ട് നീ മദാമാളെ കാണാൻ പോവാ. ഇജ്ജ് പോരുന്നില്ലേ? അല്ലേ ഇജ്ജ് പോരും വേണ്ട, ഞങ്ങൾ തന്നെ പോവല്ലേ? നമുക്ക് പോകണ്ടേ? നമുക്ക് എന്താ കൂട്ടിയാൻ പോവാ. കുട്ടികൾ തുണിപ്പാടുത്ത് വന്നീല നബീസുവാ? ഓല് വന്നിട്ടില്ല. ഒരു രാവിലെ പോയതല്ലേ. ഒന്നും പറ്റൂല. ഒക്കെ വലിച്ചിട്ട് കാണ്ട് ഒക്കെ നീ പറ്റി കിട്ടണ്ട ഓൽക്ക്. ഞാൻ കുറച്ച് ദോശയും ചാറൊക്കെ ഉണ്ടാക്കി വെച്ചേക്കണു. വന്നിട്ട് മുടങ്ങണ്ടേ ഇല്ല ഓൽക്ക്. ഈ പെരുന്നാൾ അടുപ്പിച്ചേ ടെക്സ്റ്റൈൽസിൽ ഭയങ്കര തിരക്കേക്കാരം. അതാണ് നേരം വെക്കുന്നുണ്ട്. കുറച്ച് ആദ്യത്തെ 10 പോയി കുട്ടികൾക്ക് തുണിപ്പാ എടുത്താൽ മതിയായിരുന്നു. അതിന് നിങ്ങളെ ചെറിയ മോനെ നേരും കാലൊക്കെ ഒത്തിട്ടണ്ടേ. ആ അബ്ബാസൊക്കെ എന്നോ പോയി എടുത്തു തുറന്നിക്കണു. എവിടെടാ ഓളും കുട്ടിയാളും? എന്താ എത്ര നേരം വെക്കി? ഓളോടക്ക് പോയിക്കണു. വൈകുന്നേരം നോമ്പ് വന്നിട്ടാണ് ചെല്ലാൻ പറഞ്ഞു എന്നോട് ഓളെ കൊണ്ടുവരാന്. എന്തിനാ പോള് അങ്ങോട്ടൊന്ന് പോയത്? ഇനിയിപ്പോ നോൽബ് വന്നിട്ട് എനിക്കൊന്ന് അങ്ങോട്ട് പോട്ടെ ഓളെ കൊണ്ടുവരാന്. അത് കുട്ടികളെ നോക്കിച്ചപ്പോഴേ ഓൾ അങ്ങോട്ട് പോയതാണ്. വൈകുന്നേരം കൊണ്ട് കൊണ്ടുപോകല്ലോ ഓളെ. ഇതെങ്ങൾക്ക് ഒരു മാക്സി എടുത്താണ് ഞാന്. ഒരു മാക്സി തന്നെ ഉള്ളൂ. ഇപ്പാക്കൊന്നും ചുരുത്തിയില്ലേ? ഇപ്പൊക്കെ അബ്ബാസ് എടുത്തേക്കണില്ലേ? ഇനിയിപ്പൊ ഞാനൊന്നും എടുക്കണോ?
ഇങ്ങക്കാവുമ്പോ മാക്സി ഇടക്കിടക്ക് ഇങ്ങനെ ആവശ്യം ഉണ്ടാവുമല്ലോ. അബ്ബാസ് എടുത്തുക്കണു വെച്ചിട്ട് എനിക്കൊരു കള്ളിത്തുണയിൽ എടുത്തൂടെ ഞപ്പാക്ക് ഒരു ആണ്ടാർത്തി അല്ലേ. ഇച്ചിപ്പോ തുണി കുപ്പായത്തിന്റെ ആവശ്യമൊന്നുമില്ല. അബ്ബാസ് കൊടുന്നത് അളമറിയിലും വേറെയും കുറെ ഇരിക്കുന്നുണ്ട്. എന്നാലും അങ്ങനല്ലല്ലോ, ഓനൊരു കൂട്ടെടുക്കണ്ട നിങ്ങക്ക്. നമ്മ ഞാൻ നാളെ വരുമ്പോഴേ ഇപ്പാക്കുള്ള ഡ്രസ് ആയിട്ട് വരാം. പെരുന്നാൾ ഇവിടെ ആവണല്ലോ ഉള്ളൂ. ഇനി ഇങ്ങക്ക് എടുക്കാൻ ഇപ്പൊ നാളാക്കണം. ഓൾക്ക് എടുത്തപ്പോ തന്നെ നിങ്ങൾക്ക് ഒരു കൂട്ടെടുത്താ പോരെ. ഓളിപ്പോ അങ്ങോട്ട് പോയ കാരണം എന്താന്ന് അറിയങ്ങള്, ഓളമ്മാക്കും ഉപ്പാക്കൊക്കെ ഓരോ കൂട്ടെടുത്തിട്ടുണ്ടാവും തുണി കുപ്പായും. അത് കൊണ്ടേ കിടക്കാൻ വേണ്ടി പോയതാണ്. ഇങ്ങോട്ട് കൊടുന്നപ്പോ നമ്മളൊക്കെ കാണൂലേ അത്. ഒന്നാർ നബീസോച്ച് ഇല്ലാത്ത വെറുതെ പറയണ്ട. ഇനി എടുത്തേക്കണെങ്കിൽ തന്നെ എന്താ കുഴപ്പമുള്ളത്? ഓൻ്റെ അമ്മോസനും അമ്മായിമ്മയും അല്ലേ. അൻ്റെ മരുണ്ടല്ലോ ഒന്ന്, എന്തെങ്കിലും ഒരു പുള്ളി തുണിയോ അല്ലെങ്കിൽ ഒരു കോറ മാക്സി എനിക്ക് കൊടുത്തിട്ടുണ്ടോ? എന്റെ മരോന്റെ കാര്യം ഇപ്പൊ നോക്കണ്ട. ഓന് ദുബായിലായെന്ന് നല്ലോ എടുത്താ നീന്ന് വെച്ച്. ഇപ്പൊ എന്റെ അടുത്ത് പൈസ ഇല്ല. ഇതൊരു കോറ മാക്സി കൊടുക്കണു. ഓക്കെ, 2 മാക്സി 2 ചുരിദാറൊക്കെ എടുത്തിട്ടുണ്ടാവും. ഓളിപ്പോ അതായിട്ടാണ്ട് പോയതല്ലേ. ഇനി ഇങ്ങോട്ട് വരുമ്പോ പറയും ഓള് വലിയ ആങ്ങളെടുത്തന്നാ ചെറിയ ആങ്ങളെടുത്തന്നാന്നൊക്കെ. സുഖൂപ്പ് ഒന്നും എടുത്തിട്ടുണ്ടാവൂല. ഈ മാക്സിക്ക് എന്താ കുഴപ്പമുള്ള നബീസോ? നല്ല മാക്സി ആണല്ലോ. മക്കള് കൊടുത്ത നീനേ കുറ്റം ഇങ്ങനെ പറയണ്ട. അതൊക്കെ ഇട്ടാളോ ഒന്ന്. ഇങ്ങനെയും കൊടുന്നരാത്ത മക്കളുണ്ട്. ഇതൊരു എനിക്കൊന്ന് കൊടുന്നല്ലോ ഓനെ. അബ്ബാസ് കൊടുന്ന മാക്സി നിങ്ങൾ കണ്ടില്ലേ? നല്ല ചൊറുക്കുണ്ടാവും കാണാൻ. അതിന് നല്ല വിലയായിക്കണു. 650 റുപ്യ. ഇതിനൊക്കെ നിങ്ങള് 220 റുപ്യാണ്. ഒരു കോറ മാക്സിയാണ്. മാണ്ടോ അലക്കി കുറെ നേരം ഞാൻ അതിങ്ങനെ കേൾക്കണം അവിടെ ഇരുന്ന് കണ്ട്. ഇങ്ങക്കിപ്പോ ഞാൻ ഒരു മാക്സി കൊടുന്നത് കുറ്റം. എന്തൊക്കെയാണോ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാക്കണത്? അമ്മായിമാർക്ക് എടുത്തിട്ടുണ്ടാവും, അമ്മോസന് എടുത്തിട്ടുണ്ടാവും. ഞാൻ ഓൽക്കൊന്നും എടുത്തു കൊടുക്കലില്ല. ഓൽക്ക് എടുത്തു കൊടുക്കാൻ ഓല ആ മക്കളെ ഉണ്ട് അവിടെ. ഇജയ് ആ അൾമാറിയിലൊന്ന് പോയോക്കെ. അബ്ബാസ് കൊടുന്ന മാക്സി നല്ല മാക്സിയാണത്. ഇജ് വലിച്ചെറിഞ്ഞ നന്നായി. എന്റെ ആ കോറ മാക്സി ഇച്ച് മാണ്ട. ഇമ്മ ഇപ്പം കൂടി കേൾക്കാൻ വേണ്ടി പറയാം. ഞാൻ ഇത്രയും കാലമായിട്ട് ഇങ്ങോട്ട് ചാടി വർത്താനം പറഞ്ഞിട്ടില്ല. ഇതിപ്പോ നിങ്ങൾ പറയിപ്പിച്ചാണ് എന്നെ കൊണ്ട്. ഞാനൊരു മുതൽ കൊടുന്നാൽ ഇങ്ങൾക്ക് പറ്റൂല. അതിന് കുറ്റം കുറവ് മാത്രമേ ഉള്ളൂ. അബ്ബാസോ സൂറാബി എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വലിയ സംഭവമാണേനും. ഞാൻ ഇപ്പൊ ഇത് കൊടുന്നാണ് എന്റെ കുറ്റം. സത്യം പറഞ്ഞാലേ എടുക്കണ്ടില്ലേനു. ഞാൻ എനിക്കെന്നെ തുണി കുപ്പായ എടുക്കണില്ല. പെരുന്നാൾക്ക് പൈസ ഇല്ലാത്തതുകൊണ്ട് നിങ്ങളെല്ലാം വെച്ചിട്ട് എടുത്തതാണ്. അത് എടുത്ത് കൊടുന്നു നോക്കുമ്പോഴോ അതിനില്ലാത്ത കുറ്റല്ലേനും. ഇതേനെ ഞങ്ങൾക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് പൈസ കടം വാങ്ങിയ കഥ എനിക്കേ അറിയുള്ളൂ. ഇമ്മ അങ്ങോട്ട് വർത്താനം പറഞ്ഞ് ഞാൻ വാക്കിൽ പേരിപ്പിച്ചണില്ല. ഇപ്പൊ ഇങ്ങക്ക് പറഞ്ഞാൽ മനസ്സിലാവും. ഇന്റെ അടുത്ത് ആകെ 4000 ഉറുപ്പുള്ള തുണി കുപ്പ എടുക്കണ്ടതിനത്. അതുകൊണ്ട് തന്നെ ഞാൻ 3 കുട്ടികൾക്കും പെണ്ണുങ്ങൾക്ക് കൊടുത്തു. ഇമ്മാക്കൊരു മാക്സി. എന്നിട്ടാണ് ഇപ്പൊ ഈ വർത്താനൊക്കെ നിങ്ങൾ പറയണ്ടേ. പൊന്നാറ് മക്കളെ, ചില പെരാളിലൊക്കെ നടക്കുന്ന സംഗതികളാണിത്. പെരിയിൽ ഉമ്മാൻ്റെ ഇപ്പാൻ്റെ ഒപ്പം നിൽക്കുന്ന മക്കളെ എന്ത് നല്ല കാര്യം ചെയ്താലും അതിനൊക്കെ ഒരു കുറ്റവും കുറവും കണ്ടുപിടിച്ചാൽ എന്തെങ്കിലും ഒരു സാധനം കൊടുത്താൽ അതിനും കുറ്റേക്കാരും. എന്നാൽ വേറെ പോയ മക്കൾ അല്ലെങ്കിൽ കെട്ടിച്ചയച്ച പെമ്മക്കൾ എന്തെങ്കിലും ഒരു ബിസ്ക്കറ്റും പാക്കറ്റ് കൊടുത്താലേ അതിൻ്റെ പോലീസ തിന്നു കഴിഞ്ഞാലും പറയും അത് ഈ മോൻ്റെ മുന്നേക്കാരം പറയേണ്ടത്. ഈ മോനേക്കാരം പെരയ്ക്കുള്ള ചിലവും ഇങ്ങൾക്കുള്ള മുക്കിടിയും മരുന്നും ഒക്കെ കൊടുക്കുന്നുണ്ട്. എന്നാലും ഓനോടൊരു സ്നേഹക്കുറവ്, ചിലപ്പോൾ ഓൻ്റെ അടുത്ത് കുറച്ച് പൈസ കുറവേക്കാരം. നിങ്ങൾ വിചാരിച്ച മാതിരി ചിലപ്പോൾ ഓനെക്കൂട് കൊണ്ടെടുക്കാൻ കഴിയുണ്ടാവില്ല. എല്ലാ മക്കളും ഒരേമാതിരി കണ്ടാളി. ഈ വേറെ പോയാനാണെങ്കിലും പെമ്മക്കളാണെങ്കിലും പെരയിൽ കൊണ്ടുപോകാനാണെങ്കിലും ഒക്കെ നിങ്ങളെ മക്കൾ തന്നെയാണ്. ആ രീതിയിൽ നിങ്ങൾ എല്ലാ മക്കളോടും ഒപ്പം നിന്ന് സ്നേഹത്തോടെ നിൽക്കുക. അതാണ് ഈ ബീരങ്കാക്ക നിങ്ങളോട് പറയാനുള്ളൂ.